ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പ്രിപ്പോസിഷൻ എന്ന ഭാഗത്തിലെ 10 ഡിഫിക്കൽട്ട് ആയിട്ടുള്ള SSC ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഡെസ്പൈറ്റ് ബീയിങ് വാണ്ടഡ് സെവറൽ ടൈംസ് അബൌട്ട് ദി കോൺസിക്വൻസസ് ഹി പെർസിസ്റ്റഡ് ഡാഷ് മേക്കിംഗ് ദ സെയിം മിസ്റ്റേക്ക് ഡ്യൂറിങ് ദ ഫൈനൽ പ്രസൻറ്റേഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഇന്നാണ്. പെർസിസ്റ്റഡ് ഇൻ മേക്കിംഗ് എന്നാണ് വരിക. പെർസിസ്റ്റഡ് ഇൻ എന്ന് കഴിഞ്ഞിട്ട് അതായത് ING ഫോമിലുള്ള ഒരു വെർബാണ് പെർസിസ്റ്റഡ് ഇൻ എന്ന് കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ, മേക്ക് എന്നുള്ളതൊരു വെർബാണ്. മേക്കിംഗ് എന്ന് പറയുന്നത് എന്താ, ഒരു ING ഫോമിലുള്ള വെർബാണ്. അപ്പോൾ പെർസിസ്റ്റഡ് ഇൻ എന്നാണ് വരിക. രണ്ടാമത്തെ ചോദ്യം, ദ മാനേജർ വാസ് ഡീപ്ലി ഡിസപ്പോയിൻറ്റഡ് ഡാഷ് ദ കെയർലെസ് മാനർ ഇൻ വിച്ച് ദ കോൺഫിഡൻഷ്യൽ ഡോക്യുമെൻ്റ് വെർ ഹാൻഡിൽഡ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ബൈ ആണ്. അതായത് ഡിസപ്പോയിൻറ്റഡ് ബൈ എന്നാണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് വിത്ത് വന്നൂടെ എന്ന് ചോദിക്കും. വിത്ത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു തിങ്സ് വരുമ്പോഴൊക്കെ നമുക്ക് വിത്ത് ഉപയോഗിക്കാം. വിത്തും വരാം, പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നത് ഡിസപ്പോയിൻറ്റഡ് ബൈ എന്ന ആൻസറാണ്. മൂന്നാമത്തെ ചോദ്യം, മെനി സ്റ്റുഡൻസ് ആർ നോട്ട് അവെയർ ഡാഷ് ദ റീസെൻറ്റ് ചേഞ്ചസ് that have been introduced in the examination pattern. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഓഫ് ആണ്. ഇവിടെ അവെയർ ഓഫ് എന്ന പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ട് ഒരു നൗണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിങ്സ് അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് അങ്ങനെയൊക്കെ ആണെങ്കിലാണ് നമ്മൾ അവെയർ ഓഫ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. അവെയർ ഫോർ, അവെയർ എബൌട്ട്, അവെയർ വിത്ത് എന്ന പ്രപ്പോസിഷനും അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറില്ല. നാലാമത്തെ ചോദ്യം, ദ കമ്മിറ്റി കുഡ് നോട്ട് അറൈവ് ഡാഷ് എ ഫൈനൽ ഡിസിഷൻ ബിക്കോസ് ഓഫ് ദ ഡിസഗ്രിമെൻറ്റ് എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. ബി എറ്റാണ് ആൻസർ. അറൈവ് എറ്റ് എ ഫൈനൽ ഡിസിഷൻ എന്നാണ് പറയാം. അഞ്ചാമത്തെ ചോദ്യം, ഷീ ഹാസ് ഓൾവേസ് ബീൻ വെരി സിമ്പത്തറ്റിക് ഡാഷ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ അണ്ടർ പ്രിവിലേജ്ഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ടുവേർഡ്സ് ആണ്. സിമ്പത്തറ്റിക് ടുവേർഡ്സ് ദ പ്രോബ്ലംസ്. ആറാമത്തെ ചോദ്യം, ദ ഓൾഡ് ബ്രിഡ്ജ് ഈസ് നോ ലോങ്ങർ കേപ്പബിൾ ഡാഷ് സപ്പോർട്ടിംഗ് ഹെവി വെഹിക്കിൾസ് ഡ്യൂറിംഗ് ദ മൺസൂൺ സീസൺ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഓഫ് ആണ്. കേപ്പബിൾ ഓഫ് നമ്മൾ കോമൺ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രിപ്പോസിഷനാണ് കേപ്പബിൾ ഓഫ് എന്ന് പറയുന്നത്, അല്ലേ? കേപ്പബിൾ ഓഫ് എന്ന് കഴിഞ്ഞിട്ട് പ്ലസ് ഒരു വെർബിലുള്ള ഒരു ING ഫോമിലുള്ള ഒരു വെർബാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ എന്തും വരാം, ഒരു നൗണും വരാം. വെർബോ അല്ലെങ്കിൽ ഒരു നൗണോ വരാം. പക്ഷേ വെർബാണെങ്കിൽ അതെങ്ങനെയുള്ളതായിരിക്കണം, ING ഫോമിലുള്ള ഒരു വെർബായിരിക്കണം. അതായത് സപ്പോർട്ടിങ്ങിലെ ING ഫോമിലുള്ള വെർബാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ, ഓഫാണ് വരിക. ഏഴാമത്തെ ചോദ്യം, ദ പ്രൊഫസർ ഇൻസിസ്റ്റഡ് ഡാഷ് സബ്മിറ്റിംഗ് ദ റിസർച്ച് പേപ്പർ ബിഫോർ ദ ഡെഡ്ലൈൻ വിത്തൗട്ട് എനി ഫർദർ ഡിലേ. ഇത് മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇൻസിസ്റ്റഡ് ഓൺ ആണ് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ. എട്ടാമത്തെ ചോദ്യം, he was accused dash leaking important company informations to the rival organizations. ആൻസർ ഓപ്ഷൻ സി ഓഫ് ആണ്. അതായത് ബൈ എപ്പോഴാണ് ഉപയോഗിക്കുക,
ബൈ എന്നത് ആരാണ് കുറ്റം ചുമത്തിയത് എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്യൂസ്ഡ് ബൈ ഹിസ് മാനേജർ. അക്യൂസ്ഡ് ബൈ ഹിസ് മാനേജർ എന്നുള്ള, അതായത് ആരാണ് കുറ്റം ചുമത്തിയത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അക്യൂസ്ഡ് ബൈ എന്നുള്ള പ്രപ്പോസിഷൻ. 9ാമത്തെ ചോദ്യം, ദ സക്സസ് ഓഫ് ദ പ്രൊജക്റ്റ് ലാർജ്ലി ഡിപ്പെൻഡ്സ് ഡാഷ് ദ കോർഡിനേഷൻ ബിറ്റ്വീൻ ദ ടെക്നിക്കൽ ആൻഡ് മാനേജ്മെൻറ്റ് ടീംസ്. എന്താണ് ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ എ ഓൺ. ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടീഷണൽ എന്നാണ് പറയാം. ഡിപ്പെൻഡ്സ് അപ്പോൺ എന്നും ചില ആൾക്കൊരു സംശയം ഉണ്ടാകും, ഡിപ്പെൻഡ്സ് അപ്പോൺ വരൂലേന്ന്. ഡിപ്പെൻഡ്സ് അപ്പോണും ഗ്രാമറ്റിക്കലി ശരിയാണ്, പക്ഷേ നമ്മൾ നോർമലി ഇംഗ്ലീഷ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ എന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ചോദ്യം, ദ അത്ലറ്റ് അബ്സ്റ്റെയിൻഡ് ഡാഷ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ടൂർണമെൻറ്റ് ഡ്യൂ ടു ദ സിവിയർ ഇഞ്ചുറി സസ്റ്റെയിൻഡ് ഡ്യൂറിംഗ് ദ പ്രാക്ടീസ്. ഓപ്ഷൻ സി ഫ്രം ആണ് ആൻസർ. അതായത് അബ്സ്റ്റെയിൻഡ് ഫ്രം എന്ന പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ട് ഒരു നൗണ് വരാം, അല്ലെങ്കിൽ ഒരു വെർബ് വരാം. ആ വേർബ് എന്തായിരിക്കണം? ING ഫോമിലുള്ള വേർബായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇവിടെ എന്താ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ING ഫോമിലുള്ള വേർബല്ലേ, അപ്പം അബ്സ്റ്റെയിൻഡ് ഫ്രം എന്ന പ്രപ്പോസിഷൻ നമുക്കിവിടെ ഉപയോഗിക്കാം.